പിണറായി വിജയൻ ഇറങ്ങി പോകുമ്പോൾ നല്ല പേരുണ്ടാക്കിയിട്ടാണ് ഇറങ്ങി പോകുന്നത്. അയ്യപ്പച്ചേട്ടന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ പിണറായി വിജയന് നല്ല പേരുണ്ട് എന്ന്? പിണറായി വിജയന്റെ ഭരണമല്ലേ ഉദ്ദേശിക്കണേ? അതെ, അതൊക്കെ അങ്ങനെ വരുള്ളൂ. കാര്യം എന്ന് വെച്ചാലേ ഈ ഒരു 9 വർഷത്തെ ഭരണം, 9 അല്ല, ഇനി ആകെ 8 മാസം കൂടെ ഉള്ളൂ. 9 വർഷത്തെ ഭരണം കൊണ്ട് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ, കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത വീഴ്ചകൾ നിരവധി ഇവിടെയുണ്ട്, നിരവധിയുണ്ട്. അത് IAS തലപ്പത്ത് മുതൽ താഴെ ക്ലറിക്കൽ പിയൂൺ ലെവൽ വരെയുണ്ട്. അതിന്റെ ഉദാഹരണം, അവസാനത്തെ ഉദാഹരണമാണ് ഒരു കുപ്രസിദ്ധ കുറ്റവാളി ജയിലിൽ ചാടുന്നത്. പിടിച്ചില്ലേ? വലിയ ഔദാര്യമല്ലേ? ഓ, പിന്നെ ഭയങ്കര ഔദാര്യം തന്നെ. പിടിച്ചില്ലെങ്കിൽ ഈ പറയണ ഇവിടെ എന്തിനു ഭരണം? പിടിക്കണ വലിയ ഔദാര്യം. അത് ആണുങ്ങൾ, പാവപ്പെട്ട നാട്ടുകാർ കണ്ടിട്ട്. കണ്ണൂർ പോലൊരു സ്ഥലം, ഇത്രയും വീരശൂരമാരുള്ള സ്ഥലം വേറെ ഇല്ല. കണ്ടായിരുന്ന ആ ക്രിമിനലിനെ കൊണ്ടുപോ തലക്കിട്ട് അടിച്ചെടുക്കുക പോലീസിന്റെ മുമ്പ് വെച്ച്. പോലീസ് പിടിച്ചു മാറ്റി. പോലീസിന്റെ ഇതിൽ നമ്മൾ പറയേണ്ട കുറെ കാര്യങ്ങൾ എന്തൊക്കെയെന്നറിയാവോ? ഒരു കുപ്രസിദ്ധ കുറ്റവാളി ഈ പറയുന്ന രീതിയിൽ ജയിലിൽ ചാടുമ്പോൾ ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മൾ ചില സിനിമകൾ കണ്ടിട്ടുണ്ട്. ആ സിനിമയുടെ പേര് എനിക്ക് പെട്ടെന്ന് സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഈ പറയുന്ന വിചാരണ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന വിനായകൻ ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച ഒരു സിനിമയാണ്. ആ സിനിമയിൽ ജയിൽ ചാട്ടം വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടല്ലല്ലോ. അത് കണ്ടിട്ടല്ല, ഞാനൊരു സിനിമയെ ഉദാഹരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. സർക്കാർ ഇങ്ങനെ ഒരേപോലെ ഭരണത്തിരിക്കുമ്പോൾ എൻ്റെ ഒറ്റ സംശയം, ഇയാൾ ഈ ജയിലിൽ ചാടുമ്പോൾ രാത്രി കൊടും ക്രിമിനലുള്ള 10ാം ബ്ലോക്കിലാണ് ഇയാളെ കിടത്തിയിരിക്കുന്നത്. 10ാം ബ്ലോക്ക് അതിതീവ്ര കുറ്റവാളികളെ ജയിലിൽ കിടക്കുന്നതാണ്. ഈ 1.5 മണിക്ക് 2 മണിക്കൂർ ഇടയ്ക്ക് പോലീസ് ഓഫീസർമാർ അവരെ കവാത്ത് നടത്തണം, അവിടെ എന്താ നടക്കണം എന്നുള്ള. ഈ കുറ്റവാളി കിടന്നുറങ്ങിയിരുന്ന ആ ജയിലുകളിലൊക്കെ കൊതുക് വല കൊടുത്തിട്ടുണ്ട്. ഈ കൊതുക് വലയ്ക്കകത്ത് ഒരു ആൾ രൂപം കിടക്കുന്ന രീതിയിൽ കൃത്യമായി ഒരു സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ഗോവിന്ദചാമി എന്ന കുറ്റവാളി അയാളുടെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാൻ തീരുമാനിക്കുന്നു. ഈ ഭാരം കുറയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സിന് ഇതൊന്നും അറിയില്ലേ? ഏതൊക്കെ കുപ്രസിദ്ധ കുറ്റവാളികൾ ഇങ്ങനെ ജയിൽ ചാടിയിട്ടുണ്ടോ അതിനൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ട്. ആ ബാക്ക് ഹിസ്റ്ററി എന്തുകൊണ്ട് പോലീസുകാർക്ക് ഓർമ്മ വന്നില്ല? അപ്പൊ ഇവരൊക്കെ തലയിൽ ഉപ്പുള്ളതാണോ? അത് ശരിക്കും പിണറായിയുടെ ഒരു ക്രെഡിറ്റ് അല്ലേ? ജയിൽ പുള്ളികൾക്ക്, കൊടും കുറ്റവാളികൾക്ക് ഡയറ്റ് എടുത്ത് ആരോഗ്യം സംരക്ഷിക്കാൻ 6 പാക്ക് ബോഡി ഒക്കെ ആയിട്ടാണ് ഗോവിന്ദചാമി വന്നത് എന്ന്. ആരുടെ രീതി? പിണറായിയുടെ നല്ല രീതിയല്ലേ? ഡയറ്റ് എടുക്കാൻ സഹായിക്കല്ലേ? പ്രതികളെ തീറ്റി പോറ്റുന്ന സർക്കാർ. എന്നോട് പറഞ്ഞിരിക്കട്ടെ, വെളിയിൽ പബ്ലിക് കേൾക്കൊണ്ടൊന്നും പറയരുത്. ഇതിപ്പോ പബ്ലിക് കേൾക്കുമ്പോഴത്തേക്ക് അവർ തിരിച്ചെന്ത് പറയുന്നറിയോ? പിണറായി വിജയന് വേണ്ടപ്പെട്ട കുറച്ചുപേരോടെ ജയിലിൽ കിടപ്പുണ്ട് TP വധക്കേസുമായി ബന്ധപ്പെട്ട. ഗോവിന്ദചാമി ആ ലിസ്റ്റിൽപ്പെട്ട ആളാണെന്നല്ലേ ഇപ്പൊ ഈ ചാട്ടത്തിന്റെ പിന്നിലുള്ള കഥ? ഇപ്പോഴേ അതൊന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഈ ജയില് ഞാൻ അതുവഴി പോയിട്ടില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി വരെയൊക്കെ പോകാനുള്ള ഇതേ എനിക്ക് അവസരം ഉണ്ടായിട്ടുള്ളൂ. ആ മതിൽ നിങ്ങൾ കണ്ടായിരുന്നു? ഈ ചാടി എന്ന് പറയുന്ന ഈ പറയുന്ന ടവല് പോലും കൂട്ടിച്ചേർത്ത് കെട്ടാൻ ഈ 2 കൈ ഇല്ലാത്ത ഇയാളാ ഇങ്ങനെ കെട്ടി. സൗമ്യയെ പോലെ ഒരാളെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്യാൻ മാത്രം ശേഷിയുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ആ ഒറ്റക്കൈ എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. അയാൾക്ക് അതിലേറെ ശക്തി. ചില കാര്യങ്ങളില് 2 കൈ ഉണ്ടെങ്കിലേ നമുക്ക് ചില കൃത്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 2 കൈ ഉണ്ടെങ്കിലേ ഈ ടവലിൽ കൂട്ടിച്ചേർത്ത് കെട്ടാൻ പറ്റൂ. ഇത് മൂടിക്കിടക്കുന്ന പുതപ്പാണ് ചുറ്റിയിരിക്കുന്നത്. നിങ്ങൾ ആ ദൃശ്യം കണ്ടോ? അവിടെ എങ്ങനെ ഈ പറയുന്ന രീതിയിൽ എത്ര അധികായനാണെങ്കിൽ ഇത് കെട്ടാൻ പറ്റുന്ന കൈ ഇവിടം വരെ ഉള്ളൊരു കൈ, അല്ല ഇവിടം വരെ ഉള്ളൊരു കൈ, ഈ വലത്തെ കൈ എങ്ങനെയാണ് ഇത് കൂട്ടിക്കെട്ടും? 1. 2, അവിടെ ചാടിയ ട്രാൻസ്ഫോമറിനോട് ചേർന്ന് ഇദ്ദേഹം ഈ കൊളുത്തിട്ടെന്ന് പറയുന്നു. അവിടെ മാസങ്ങളായി കറണ്ട് ഇല്ല എന്ന് പറയുന്നു. അത് ഇയാൾ എങ്ങനെ അറിഞ്ഞു? ഇയാൾ ഒരു എന്താ പറയുക, ആ കയറി വരാനുള്ള ശ്രമിച്ച രീതികളാണ് ഞാൻ പറയുന്നത്. പിന്നെ വെള്ളം കോരി ഒഴിച്ച് കുളിക്കാൻ ഉപയോഗിക്കുന്ന വലിയൊരു ഡ്രം, ആ ഡ്രം ഒരാൾ പൊക്കത്തിൽ ഉള്ള ഡ്രമ്മാണ്. അതിൽ ഇയാൾ എങ്ങനെ വലിഞ്ഞു കയറി? ഇതൊക്കെ ചോദ്യങ്ങളാ. അതായത് ഇതിനകത്ത് വേറൊരു വിഷയം കൂടെ നമുക്ക് പറയാം. 1 മണിക്ക് രാത്രി ചാടിയ ഈ പറയുന്ന കുപ്രസിദ്ധ കള്ളന്റെ വിവരം പോലീസ് അവിടെ അറിയുന്ന എത്ര മണിക്കാ? 7 മണിക്ക്. അല്ല, 6:30-ക്ക് ഉള്ളിൽ അറിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് സമ്മതിച്ചു. പക്ഷെ ഒരു 5 മണിക്കൂറോളം ഗ്യാപ്പ് സംഭവിച്ചു. പക്ഷെ അവർ പറയുന്നത് 4 മണിക്കും 5:30-ക്കും ഇടയിലാണ് ചാടിയത് എന്നുള്ളൊരു പ്രസ്താവനയും നമ്മൾ മുഖവരയ്ക്ക് എടുക്കണം. നാണം കെട്ടല്ലേ പറയുന്ന? ഇത് നാണം കെട്ടില്ല, നാണക്കേടല്ലേ? ഒരു സർക്കാരിൻ്റെ ഇതുപോലൊരു കെടുകാര്യസ്ഥത ഈ പറയുന്ന രീതിയിൽ 9 കൊല്ലം പോലീസ്
ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത് സർക്കാരിൻ്റെ വീഴ്ചയാണ്, പോലീസ് വകുപ്പിൻ്റെ വീഴ്ചയാണ്. പോലീസ് ചിലപ്പോൾ ഒരു വേള ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തോന്ന് എങ്ങനെ അറിയാം? ഇപ്പം 3 പോലീസ് ഉദ്യോഗസ്ഥരെ, ജയിൽ വാർഡന്മാരായ 3 പോലീസ് ഉദ്യോഗസ്ഥരെ രാജ്യമാനം സസ്പെൻഡ് ചെയ്തെന്ന് പറയും. ഒരു സർക്കാരിൻ്റെ വീഴ്ച, അതായത് സർക്കാരിനെ ഇകഴ്ത്താനും പുകഴ്ത്താനും പോലീസ് വിചാരിച്ചാൽ പറ്റും. സർക്കാരിനെ ഇകഴ്ത്താനും പുകഴ്ത്താനും ഈ പോലീസിനെ കൊണ്ട് പറ്റും. ഇത് ഇകഴ്ത്തലാണ്. ഈ ഒരു ഇകഴ്ത്തൽ എന്ന് പറയുന്നത് തേച്ചാലും മാച്ചാലും തീരുമോ? പിന്നെ പിടിച്ചതും പോലീസല്ലേ? അത് കടമയല്ലേ, അവരെ ജോലിയല്ലേ. നാട്ടുകാർ പിടിക്കാൻ പോയ അവന്റെ ശരീരം കിട്ടും. ഇപ്പൊ പോലീസിന്റെ ഇടയിൽ വെച്ച് തന്നെ കണ്ണൂർ തലക്കിട്ട് അടിക്കുന്നുണ്ട്. മീര, പോലീസുകാരല്ലാതെ നാട്ടുകാർ പിടിക്കാൻ പോയാൽ ഇവന്റെ ശരീരം പോലും കിട്ടത്തില്ല. ഇപ്പൊ ആ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ടല്ലേ, ഈ പിടിച്ചവർ ആർക്കെങ്കിലും ഇവരൊന്ന് കൊന്നൂടായിരുന്നു. അതാണ് മാനസികാവസ്ഥ ആൾക്കാരുടെ. നമ്മുടെ നീതിയും നിയമവും വ്യവസ്ഥയും അല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഈ പറയുന്ന പോലെ. ഇപ്പൊ ഇയാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയാൽ ഇനിയും എന്തായിരിക്കും? നല്ല നടപ്പിന് ഒരു 10 കൊല്ലം കൂടെ നീട്ടിക്കൊടുക്കും. അത് നിങ്ങൾ കേട്ടാൽ നമുക്ക് അതിശയം തോന്നും. ഈ ചാനലുകളിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കുപ്രസിദ്ധ കുറ്റവാളിയെ പിടിച്ച ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് കേട്ടാൽ എനിക്ക് മീഡിയയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാ കാര്യം. അവൻ അത്ര കണ്ട് ഒരു വല്ലാത്ത രീതിയിൽ നടക്കുന്നവനാണെന്ന്, ഒരു വേട്ട മൃഗത്തിനെ പോലെയാണെന്ന്. ഇങ്ങനെയൊക്കെയാണോ? പരിശോധിച്ചൊരു ലേഡി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് പേടിയാണോ അവന്റെ നോട്ടം കണ്ടിട്ട്. ആണുങ്ങളെ കിട്ടിയ പോലും അവൻ വിടത്തില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ എന്ത് ലോകമാണ് ഇതൊക്കെ? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, ഇയാള് ഈ പറയുന്ന കമ്പി മുറിക്കാൻ ഹാക്സാ ബ്ലേഡ് എവിടെ ഉണ്ടാക്കി? 2, അതിൽ ഉപ്പ് വെച്ചിട്ട് ഈ പറയുന്ന കമ്പി തുരുമ്പാക്കാൻ മാസങ്ങളായിട്ട് ഉപ്പ് വെച്ച് തുരുമ്പാക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നു. ഇതൊന്നും പോലീസുകാരെ കണ്ണിപ്പെടത്തില്ലേ? പിന്നെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒത്താശ അവിടെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ട്. VS അച്യുതാനന്ദൻ പറയുന്ന പോലെ ഉറപ്പിക്കാൻ നമുക്കത്. അല്ല, അത് പ്രതി ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നെഞ്ഞത്തൊരു പിടച്ചിലുണ്ട്. അവരുടെ അമ്മ പറഞ്ഞതുപോലെ പേടിച്ചിരുന്നു, ഇനിയും എത്ര പെൺകുട്ടികൾ എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെയൊക്കെ ഒരുത്തിനെ വെച്ചോണ്ടിരിക്കാവോ? അങ്ങനെയൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയാണ് തൂക്കിക്കൊല്ലാനുള്ളത് വിധി മാറ്റിയത്. അതൊക്കെ നമ്മൾ പരിഗണിക്കണം. ചോദിക്കാവുള്ളൂ മീര, ഇതിപ്പോ ചാടി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വർത്തമാനം കേട്ടോ, ടാർസൻ ചാടിപ്പോയ പോലെ. ഇങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ പഞ്ചായിട്ട് വേണം സംസാരിക്കേണ്ടത്. ഇതെന്ത് പഞ്ചിരിക്കണം? തമാശയാ? ടാർസൻ ചാടിപ്പോയതുപോലെയെന്ന് ഇങ്ങനെയാണ് പറയുക? ഇങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് പറയുക? എനിക്കറിയില്ല. ഞാനൊരു സാധാരണക്കാരൻ അങ്ങേയറ്റം ഞാൻ ഒരാളാണ്. എൻ്റെ ഒരു സംശയം, ഞാൻ ഈ ചോദിക്കുന്നത് സമൂഹം ചോദിക്കുന്ന ചോദ്യമാണ്. ഇതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇത് പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്ന ഒറ്റ വാക്കിൽ ഇത് പറഞ്ഞു നിർത്താൻ പറ്റും പ്രതിപക്ഷ നേതാവിന്? പ്രതിപക്ഷ നേതാവ് പറയുന്ന പിണറായി വിജയനെ പേടിക്കുകയാണ്. എന്തിനാ പേടിക്കുന്നത്? ഈ പറയുന്ന ജയിലിനകത്ത് അദ്ദേഹം തന്നെ പറയുന്നു, മദ്യം, ലഹരി, കൊട്ടേഷൻ. ജയിലിനകത്ത് ഇരുന്നു കൊണ്ടാണ് കൊട്ടേഷൻ ഉണ്ടാക്കുന്നത്. TP ചന്ദ്രശേഖരൻ പ്രതികളൊക്കെ അതിനകത്തുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഇതൊക്കെ അന്വേഷിച്ച് പിടിച്ച് പോകുമ്പോൾ ഈ പറയുന്ന കുപ്രസിദ്ധ കുറ്റവാളികൾ TP വധവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഇതിനെ ഒത്താശയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. പോലീസിന് പറയാൻ പേടിയായിരിക്കും. ആ ഭാഗത്ത് CCTV ഇല്ലല്ലോ. എത്ര CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ഇപ്പൊ പുറത്തു വരുന്നില്ല. CCTV നോക്കിയിട്ടാണ് സമയം അറിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഞാൻ മറ്റൊന്നുകൂടെ പറയാം. ഇത് വാർത്ത വന്ന ഉടനെ തന്നെ നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന ഒരു ലുക്കൗട്ട് നോട്ടീസ് പോലത്തെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോട്ടോയും ഉണ്ട്, അയാളുടെ ഐഡന്റിറ്റി കാര്യങ്ങളും മറ്റൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആ വാർത്തയോ ആ പോസ്റ്റോ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അത് പോയി എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ ഫോട്ടോയിൽ കണ്ട ആളെ അല്ല പിടിച്ചത്, താടി വെച്ച് രീതിയിലുള്ള ഒരാളെയാണ്. അങ്ങനെ ഒരു ജയിലിനകത്ത് നടക്കുമോ എന്നുള്ളത് അറിയില്ല. ഈ ചോദ്യം ഞാനിത് പറയേണ്ട സമയം കഴിഞ്ഞു. അതായത് ജയിലിനകത്ത് എങ്ങനെയാ വൈറ്റ് ആൻഡ് വൈറ്റ് യൂണിഫോം, ജയിലിനകത്ത് മുണ്ട് വരെ. എൻ്റെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, ജയിലിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഇദ്ദേഹം ഞങ്ങൾക്കെല്ലാം ആ വൈറ്റ് മുണ്ട് തന്നിട്ടുണ്ട്, പരിവരുത്ത വൈറ്റ് മുണ്ട്. ഒരു ഒറ്റ മുണ്ടാണ് ആ മുണ്ട്. ഈ മുണ്ടും ഒരു വൈറ്റ് കളർ ഹാഫ് കളർ ഷർട്ടുമാണ് അവിടുത്തെ വേഷം. അവിടെ ജയിലിൽ മുടി വെട്ടാറുണ്ട്, മാസം തോറും മുടിവെട്ട്. ബാർബറും ജയിലിൽ തന്നെയുള്ള ബാർബർമാരുണ്ട് ഈ ജയിൽ പുള്ളികളിൽ. അവർ മുടിവെട്ടും താടി എടുക്കും. ഇവിടെ പുറത്ത് ആൾക്കാർ താടി വളർത്തി നടക്കുന്ന പോലെയാണല്ലോ അവനെ കാണാനിപ്പോൾ. അവനെ കാണുന്ന അവൻ്റെ വേഷം കണ്ടോ, അവന് താടി വളർത്തി. പിന്നെ അവന് ചിക്കൻ ബിരിയാണി അവന് ചോദിക്കുമ്പം ഇന്ന ബിരിയാണി. ഇപ്പം കഴിഞ്ഞ 3 മാസമായിട്ട് ഈ ഒരു പ്രക്രിയ ചെയ്യാനായി അവന്റെ ശരീരം നമ്മൾ ഇടയ്ക്ക് ഇയാളെ വിചാരണയ്ക്ക് കൊണ്ടുവന്നപ്പോഴൊക്കെ കണ്ടിരുന്നു. ഒരു ഭയങ്കര ഗ്ലാമർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഫോട്ടോ അത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഡെസ്കിൽ തന്നെ പറഞ്ഞു. ആ ഫോട്ടോ ഇന്നും മായാതെ ഒരു ഗ്ലാമർ ആയിട്ട് നിൽക്കുക. അവനെ കണ്ട ഒരു തമിഴ് നടനെ പോലെ ഉണ്ടായിരുന്നു. ദെൻ ഇപ്പൊ അയാൾ എങ്ങനെയാ ഈ 3 മാസം ഡയറ്റ് ആവുമ്പോഴും പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? ഈ താടി വെച്ച രൂപം,
ഇവർക്ക് എന്താ സുഖലോലുപതയ്ക്കാണ് പോകുന്നത്? അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് വൻ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ജയിലിനകത്ത് വൻ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുപ്രസ്ഥ കൊലയാളികളെ അല്ലെങ്കിൽ കുപ്രസ്ഥ കുറ്റവാളികൾ കിടക്കുന്നിടത്ത് ഇങ്ങനെയാണോ പോലീസ് പെരുമാറേണ്ടത്? ഇത് അന്വേഷിച്ച് പോകുമ്പോൾ ഇപ്പോൾ കുറച്ചു മുമ്പ് മീര പറഞ്ഞു CCTV ദൃശ്യങ്ങൾ പോലീസ് വിടുന്നില്ലെന്ന്. ഈ പോലീസിനകത്ത് തന്നെ ചോർത്തലിന്റെ ആൾക്കാരുണ്ട്. അവരിതിൽ ആരെങ്കിലും ഒരാൾ തങ്ങളുടെ വിരോധി ഈ പറയുന്ന ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ജോലിയിലുണ്ടെങ്കിൽ, പോലീസിനകത്ത വിരോധമുണ്ടെങ്കിൽ ഇത് ചോർത്തി ചാനലുകൾക്ക് കിട്ടിയിരിക്കും. എങ്ങനെ ഇയാൾ അവിടെ നിന്ന് ചാടി എന്നുള്ളതിന്റെ CCTV ദൃശ്യം വരെ ഇവിടെ ചാനലിന് കിട്ടും. മറ്റൊന്ന്, ഇപ്പൊ സസ്പെൻഷനും മറ്റു കാര്യങ്ങളും 3 ഉദ്യോഗസ്ഥർ മുന്നിൽ നിൽക്കുകയാണ്. അവരുടെ ഭാഗം തെളിയിക്കാനായിട്ടാണെങ്കിലും ഞങ്ങൾ തെറ്റ് ചെയ്തില്ല എന്ന് വരുത്താനെങ്കിലും ആ ചിത്രം പുറത്ത് വരേണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പോലീസുകാരെ കുറ്റം പറയുന്നതോ അങ്ങനെ ഒന്നുമല്ല. പോലീസുകാരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് സർക്കാരിന്റെ വീഴ്ചയാണ്, സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. ഒരു ഭരണം വീഴുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിരുത്തരവാദമായ ഒരു പെരുമാറ്റം. ഞങ്ങൾ ഇപ്പൊ 3 മാസത്തെ സസ്പെൻഷൻ ഉണ്ടാകുമെന്ന് അറിയാതെ ഒരാൾ ഇതിനൊന്നും ഇറങ്ങില്ല. കൂടിപ്പോയ 3 മാസ സസ്പെൻഷൻ നിങ്ങൾ തിരിച്ചു കയറോടാ എന്ന് അവർക്ക് മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ അവരിത് ചെയ്യില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹത്തിനെ നിങ്ങളെങ്കിലും ചോദ്യം ചെയ്യൂ. നിങ്ങൾ അദ്ദേഹത്തോടെങ്കിലും ചോദിക്കൂ, നീ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് ചോദിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമുണ്ടോ എന്നാണ് ഈ പൊതുസമൂഹത്തിന് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്.